ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കൂത്താട്ടുകുളത്ത് നഗരസഭാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ CPM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പ്രതിയായ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഒന്നാം പ്രതിയായ ഏരിയ സെക്രട്ടറി PB രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഏരിയ സെക്രട്ടറി ഉന്നയിച്ചത്. കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ ചില തെമ്മാടികൾ ഉണ്ട് എന്നായിരുന്നു വിമർശനം. ആദ്യം ആക്രമിച്ച കോൺഗ്രസിന്റെ പ്രവർത്തകർക്കെതിരെ കേസില്ല, അവരെ പോലീസ് അന്വേഷിക്കുന്നില്ല, അവരെ അറസ്റ്റ് ചെയ്യണ്ട. കൂത്താട്ടുകുളം പോലീസിൽ ചില തെമ്മാടികളുണ്ട്. അതായത് പോലീസിൽ ജോലി കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ജയിലിൽ കിടക്കേണ്ടവർ, പോലീസിൽ ജോലി കിട്ടി എന്നതുകൊണ്ട് മാത്രം നാട്ടിൽ നടക്കുന്നവർ അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ട ചില ആളുകൾ കൂത്താട്ടുകുളം സ്റ്റേഷനിലുണ്ട്. അവർക്ക് കിട്ടുന്ന കിമ്പളമാണ് അവരെ നയിക്കുന്നത്. അവർക്ക് വിജയാശിവന്റെ ആക്രമണം കാണാൻ കഴിയില്ല. കലാരാജുവിന് പണം കൊടുക്കാൻ മുന്നോട്ട് വന്നവർ ആളുകളാണ് ഈ ചില പോലീസുകാർക്ക് മാസം മാസം കിമ്പളം കൊടുക്കുന്നത്. നീയൊക്കെ മറുപടി പറയേണ്ടി വരും. കലാരാജുവിനെതിരെ CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ 3 ദിവസം ബന്ധുവീട്ടിലായിരുന്നു എന്ന വാദം തെറ്റാണ്. കലാരാജുവിന്റെ മക്കളെ UDF കസ്റ്റഡിയിലെടുത്തു. അവരെയും മക്കളെയും കോൺഗ്രസ് നിയന്ത്രിക്കുന്നുവെന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. എവിടെയായിരുന്നു ഈ പറഞ്ഞ കൗൺസിലർ? അപ്പൊ ആ കൗൺസിലർ എവിടെയോ മാറി എന്നുള്ള വസ്തുതയാണ്. അവര് പറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ ബന്ധുവീട്ടിലെ എന്തോ വിവാഹത്തിനോ മറ്റോ പോയിരുന്നതിന് ശേഷം ഞാൻ അവിടെ താമസമാണ്. അവിടെ പക്ഷെ താമസിച്ചിട്ടില്ല എന്നുള്ളവർ അവിടെ അന്വേഷിച്ച് മനസ്സിലായല്ലോ. കോൺഗ്രസിന്റെ കസ്റ്റഡി വെച്ച് കോൺഗ്രസിന്റെ ഡിക്റ്റേഷൻ ആണ്. കോൺഗ്രസ് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയാൻ വേണ്ടി ആ പാവത്തിനെ ഉപയോഗിക്കുന്നത്. മക്കള് UDFന്റെ കസ്റ്റഡിയിലായി, അവര് ക്യാപ്റ്റീവായി, അവര് യഥാർത്ഥത്തിൽ അവരുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞു. അപ്പൊ പിന്നെ അവർ പറയാൻ പറ്റൂ? അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഈ ഇന്നത്തെ വിശദീകരണ യോഗം യഥാർത്ഥത്തിൽ ഇതിലെ ഒന്നാം പ്രതി, അതിന്റെ മുഖ്യ സംഘാടകനും പ്രാസംഗികനും ഒക്കെയായി. അപ്പോൾ പോലീസ് അന്വേഷിക്കുന്നു എന്നാണല്ലോ സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ പറയുക. പ്രതിയെ കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണല്ലോ പറയുക. ആ പ്രതി സ്റ്റേജിലുണ്ടായിരുന്നു. പോലീസിനെ, കൂത്താട്ടുകുളം സ്റ്റേഷനിലെ പോലീസുകാരെ ചില തെമ്മാടികൾ എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു അദ്ദേഹം. പോലീസിനൊന്നും പറയാനില്ലല്ലോ അല്ലേ? ഇതുവരെയും പ്രതികളെ കുറിച്ച് വിവരമില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലും പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ അതേ പോലീസിന്റെ മുന്നിലാണ് ഇന്ന് ആ ഒന്നാം പ്രതി അടക്കമുള്ള കേസിലെ പ്രധാന പ്രതികൾ പങ്കെടുത്ത ഒരു വിശദീകരണ യോഗവും ശക്തി പ്രകടനവും ഒക്കെ നടന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. വൈകുന്നേരം നടന്ന ശക്തി പ്രകടനത്തിൽ നൂറുകണക്കിന് CPM പ്രവർത്തകർ പങ്കെടുത്തു. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഒന്നാം പ്രതിയായ ഏരിയ സെക്രട്ടറി PB രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ശക്തി പ്രകടനവും യോഗവും എല്ലാം നടന്നത്. CN മോഹൻ ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. ഈ യോഗത്തിൽ പോലീസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ വലിയ വെല്ലുവിളിയും ഒപ്പം തെമ്മാടികളെന്ന് വിളിച്ചാൽ അധിക്ഷേപവും ഒക്കെ പോലീസിന് നേരെ ഉണ്ടാകുന്നത്. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പോലീസിൽ പണി കിട്ടിയില്ലായിരുന്നെങ്കിൽ ജയിലിൽ കിടക്കേണ്ടവരായിരുന്നു, നീയൊക്കെ മറുപടി പറയേണ്ടി വരും എന്നടക്കമുള്ള വാക്കുകളാണ് ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് കേസിൽ ഒന്നാം പ്രതിയാണ് എന്നുള്ളത് കൂടി അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഒപ്പം കലാരാജു എന്ന CPMന്റെ കൌൺസിലറെ കൂടുതൽ തുറന്നു കാട്ടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് CPM ഇതിന് പിന്നാലെ വെക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ എന്ന ആ ഒരു ഇടപെടലിന് ശേഷം നാണക്കേടും വലിയ പ്രതിരോധവും ഒക്കെ പാർട്ടിക്കുണ്ടായിരുന്നു. ആ പ്രതിരോധം മറികടക്കാനാണ് കൂടുതൽ വിമർശനം കലാരാജുവിനെതിരെ ഉന്നയിക്കുന്നത്. ജില്ലാ സെക്രട്ടറി തന്നെ വന്ന കലാരാജുവിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. അവർ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് പൊതുസമൂഹത്തോട് പറയാൻ അവർ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. വീട്ടിലായിരുന്നു, അന്ന് 3 ദിവസം കാണാതായത് കോൺഗ്രസിന്റെ കസ്റ്റഡിയിലായിരുന്നു എന്നതൊക്കെ ഇന്നലെ അവർ പറഞ്ഞതാണ്. അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കലാരാജു പറഞ്ഞതൊക്കെ കള്ളമാണ് എന്ന് പറയുന്നത്. എന്തായാലും വലിയ വിമർശനങ്ങൾ നേരിടുന്ന പാർട്ടി വീണ്ടും വിമർശനങ്ങളിലേക്ക് പോവുകയാണ്. പ്രതികളെയൊക്കെ പങ്കെടുപ്പിച്ച ഈ പരിപാടി നടത്തിയ സാഹചര്യത്തിൽ എന്തായാലും ഇവർ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. വിജയകുമാർ. ഒന്നാം പ്രതിയുടെ നേതൃത്വത്തിലായിരുന്നു രാഷ്ട്രീയ വിശദീകരണ യോഗം നടന്നത്. ആ പ്രതിയെ അന്വേഷിക്കുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട്. അതിനിടയിലാണ് ഒരു വേദിയിൽ പോലീസിനെ വലിയ രൂക്ഷമായ വിമർശനമൊക്കെ ഉന്നയിച്ച് ആ പ്രതി ഇന്ന്
ദീർഘനേരം പ്രസംഗിക്കുകയും ചെയ്തത്. അപ്പോൾ ഇനി പോലീസ് എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യുമോ? കസ്റ്റഡിയിൽ എടുക്കുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയം ഇന്ന് നിയമസഭയിലും വലിയ ചർച്ചയാവുകയും നാടകീയ സംഭവങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. കൂത്താട്ടുകുളത്തെ പോലീസ് നടപടികളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചു. ഭരണപക്ഷം അഭിനവ ദുശാസനന്മാരാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചു. താൻ സംസാരിക്കുന്നതിനിടെ ഭരണപക്ഷം ബഹളം വച്ചതിൽ പ്രകോപിതനായ വി ഡി സതീശൻ പേപ്പറുകൾ വലിച്ചെറിഞ്ഞു. അതേസമയം കൂത്താട്ടുകുളം നഗരസഭ വിശ്വാസ പ്രമേയത്തിനിടെ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 4 CPM പ്രവർത്തകർ റിമാൻഡിലാണ്. പിറവം MLA അനൂപ് ജേക്കബാണ് കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ നിയമസഭയിൽ ഉന്നയിച്ചത്. CPM കൗൺസിലർക്കെതിരെ സ്വന്തം പാർട്ടിക്കാർ നടത്തിയത് സമാനതകളില്ലാത്ത അധിക്ഷേപമാണ്. ഇതാണോ മുഖ്യമന്ത്രി പറയുന്ന സ്ത്രീസുരക്ഷയെന്നായിരുന്നു അനൂപ് ജേക്കബിന്റെ ചോദ്യം. പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് എല്ലാം നടന്നതെന്നും അനൂപ് ജേക്കബ് ആരോപിച്ചു. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. UDF സ്വാധീനത്തിന് വഴങ്ങിയ കൗൺസിലർ കലാരാജു രാജിവെക്കയിലെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കാലുമാറ്റമാണ് പ്രശ്നങ്ങൾ കാരണമെന്ന് ന്യായീകരിക്കാനും മുഖ്യമന്ത്രി ശ്രമിച്ചു. കോൺഗ്രസിന് ഇത് അംഗീകരിക്കാൻ കഴിയും. സാധാരണഗതിയിൽ ഏതൊരംഗവും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ടതല്ലേ? കാലുമാറ്റമുണ്ടായാൽ തട്ടിക്കൊണ്ടുപോകലാണോ പരിഹാരമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. സ്വന്തം പാർട്ടിക്കാരിയായ സ്ത്രീയോട് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ മറ്റുള്ള സ്ത്രീകളോട് എന്താകും സമീപനം? സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. നിങ്ങൾ ബഹളമുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് മറക്കണ്ട. പ്രസംഗം ഭരണപക്ഷം ആവർത്തിച്ച് തടസ്സപ്പെടുത്തിയതോടെ പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായി. ഭരണ പ്രതിപക്ഷ പോലിൽ സ്പീക്കർ നിസ്സഹായം പ്രകടിപ്പിക്കുന്നതിനും സഭ സാക്ഷിയായി. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പറയാം. ഞാൻ ചോദിക്കുന്ന ആരും മിണ്ടുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേർന്ന് അക്രമികൾക്കെതിരെയും കൂട്ടുനിന്ന പോലീസുകാർക്കെതിരെയും മുഖ്യമന്ത്രി നടപടിയെടുത്തില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതിനിടെ പലതവണ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ ശക്തമായ വാക്പോരുണ്ടായി. സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കത്തിനും സഭ സാക്ഷ്യം വഹിച്ചു. 24 തിരുവനന്തപുരം. കോവിഡ് കാലത്ത് PPE കിറ്റുകൾ വാങ്ങിക്കൂട്ടിയതിൽ വൻ ക്രമക്കേടെന്ന് CAG. പൊതുവിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി വില നൽകിയാണ് PPE കിറ്റുകൾ വാങ്ങിക്കൂട്ടിയത് എന്ന് ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തിയ റിപ്പോർട്ടിൽ CAG ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടു. പ്രതിപക്ഷ ആരോപണം ശരിയാണെന്നും നിയമപോരാട്ടം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഒരിടപാട് ഇങ്ങനെ: അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി മാർച്ച് 28-ന് 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇവരിൽ നിന്ന് 25,000 PPE കിറ്റ് വാങ്ങാൻ ആദ്യം ഓർഡർ നൽകി. എന്നാൽ 10,000 PPE കിറ്റ് വാങ്ങിയുള്ളൂ. എന്നാൽ 2 ദിവസത്തിനു ശേഷം മാർച്ച് 30-ന് 1000 രൂപ കൂട്ടി 1,550 രൂപയ്ക്ക് 15,000 PPE കിറ്റ് മറ്റൊരു കമ്പനിയായ സാൻ ഫാർമയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. 2 ദിവസം കൊണ്ട് അധികമായി നൽകിയത് 1.51 കോടി രൂപ. തീർന്നില്ല. കോവിഡ് കാല പർച്ചേസിന് മുൻകൂറായി 50% തുക മാത്രം നൽകാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചട്ടങ്ങൾ മറികടന്ന മുഴുവൻ തുകയും PPE കിറ്റ് വാങ്ങാൻ മുൻകൂറായി ഈ കമ്പനിക്ക് നൽകി. കാരുണ്യയ്ക്കും KMSCL-നും സ്ഥിരം PPE കിറ്റ് നൽകിയിരുന്ന 4 കമ്പനികൾ. ഇവർ 450 രൂപ മുതൽ 550 രൂപ വരെയാണ് 2020 മാർച്ച് വരെ PPE കിറ്റിന് നൽകിയത്. ഈ കമ്പനികളെ ഒഴിവാക്കി ദിവസങ്ങൾക്ക് ശേഷമാണ് 3 ഇരട്ടി വരെ തുകയ്ക്ക് PPE കിറ്റ് വാങ്ങിക്കൂട്ടിയത്. മാർച്ച് തുടക്കത്തിൽ 450 രൂപയ്ക്ക് വാങ്ങിയ PPE കിറ്റ് മാർച്ച് മാസം അവസാനം 1,550 രൂപയ്ക്കാണ് വാങ്ങിയത്. 5 കമ്പനികളിലായി ഇങ്ങനെ PPE കിറ്റ് വാങ്ങിക്കൂട്ടിയതിൽ 10.23 കോടി രൂപയുടെ അധിക ചെലവ് ഉണ്ടാക്കിയെന്നാണ് CAG കണ്ടെത്തൽ. പ്രതിപക്ഷ ആരോപണം ശരിവെച്ചെന്നും മുഖ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജയും മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കോവിഡ് കാലത്തെ പർച്ചേസുകൾ മുഴുവൻ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ട് നടത്തിയതെന്നായിരുന്നു അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ CAG റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി കൂടി മറുപടി പറയേണ്ടി വരും. ഒപ്പം സാൻ ഫാർമ അടക്കമുള്ള കമ്പനികൾ എങ്ങനെയാണ് സർക്കാരുമായി ഇടപാടിനെത്തിയത് എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണവും നടത്തേണ്ടി വരും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. കോവിഡ് കാലത്ത് PPE കിറ്റുകൾ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന CAG റിപ്പോർട്ടിൽ വിശദീകരണവുമായി മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് മുഴുവൻ തുകയും നേരത്തെ നൽകിയത്. ലോകായുക്തയ്ക്ക് മുന്നിൽ പരാതി നൽകിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകിയിട്ടുണ്ട് എന്നും KK ശൈലജ വ്യക്തമാക്കി. CAG റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനിവിടെ നിൽക്കുകയാണല്ലോ. സഭയിൽ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് ഇതിനുള്ള മറുപടി പറഞ്ഞതാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. PPE കിറ്റിന് മാർക്കറ്റിൽ ക്ഷാമമുള്ള സമയത്ത് വില കയറിയപ്പോൾ
കുറച്ച് ലക്ഷക്കണക്കിന് PPE കിറ്റ് വാങ്ങിയതിലാണ് 15,000 PPE കിറ്റ് കൂടിയ വിലക്ക് വാങ്ങേണ്ടതായിട്ട് വന്നത്. ആ സമയത്തിൻ്റെ ആ സാഹചര്യം അങ്ങനെയായിരുന്നു. അന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത് മുഴുവൻ കിട്ടിയില്ല, 50,000 എണ്ണത്തിന് ഓർഡർ ചെയ്തിരുന്നു. ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പ്രഥമ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. വ്യക്തത ഇല്ലെങ്കിൽ ഗവൺമെൻറ് അതിന് വ്യക്തത ഉണ്ടാക്കി കൊടുക്കും. സംസ്ഥാനത്ത് പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരം കുറവെന്ന് CAG നിരീക്ഷണം. ഡോക്ടർമാർ ഉൾപ്പെടെ ജീവനക്കാരുടെ കുറവ് രൂക്ഷമാണ്. സംസ്ഥാനത്തെ റവന്യൂ ചെലവ് കൂടിയതായി വാർഷിക ധനകാര്യ പരിശോധനാ റിപ്പോർട്ടിലും പരാമർശമുണ്ട്. 2024 പൊതുജനാരോഗ്യം, വാർഷിക ധനകാര്യ പരിശോധന എന്നീ CAG റിപ്പോർട്ടുകളാണ് ഇന്ന് സഭയിൽ വെച്ചത്. പൊതുജനാരോഗ്യ മേഖലയിൽ 2022 വരെയുള്ള കണക്കുകളാണ് പരിശോധിച്ചത്. ഡോക്ടർമാരുടെയും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കുറവ് ചികിത്സാ ഗുണനിലവാരത്തെ ബാധിച്ചു. രോഗികൾക്ക് അസൗകര്യമുണ്ടാക്കുന്നു. ഏറ്റവും കുറഞ്ഞ അവശ്യ സേവനം പോലും പല ആശുപത്രികളിലും ലഭിക്കുന്നില്ല. ആർദ്രം മിഷൻ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നില്ല. മരുന്നുകൾ ആവശ്യത്തിനെത്തിക്കുന്നതിൽ KMSEL-ന് വീഴ്ച പറ്റി. മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും നടപടിയുണ്ടായിട്ടില്ല. ആവശ്യത്തിന് മരുന്നില്ല എന്ന പരാതികളും വ്യാപകമാണ്. മരുന്ന് വാങ്ങാനുള്ള ടെൻഡർ മാനദണ്ഡങ്ങളിൽ ഗുരുതര വീഴ്ച വരുത്തി. മരുന്നു കമ്പനികളിൽ നിന്ന് ഈടാക്കേണ്ട 1,64 ലക്ഷം രൂപയുടെ പിഴ KMSEL ഈടാക്കിയില്ല എന്നും CAG കണ്ടെത്തി. 2023-24 വർഷത്തെ CAG-യുടെ വാർഷിക ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ റവന്യൂ ചെലവ് കൂടി. 0.48% കൂടിയത്. മൂലധന ചെലവ് 2.94% കുറഞ്ഞു. GST വരുമാനം 3.56% കൂടിയെന്നും CAG കണ്ടെത്തി. 24 തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് NOC നേടിയത് ജല അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് വെളിപ്പെടുത്തൽ. ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്കെന്ന പേരിലാണ് ഒയാസിസ് അനുമതി നേടിയതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. പദ്ധതിക്കെതിരെ CPI പ്രാദേശിക ഘടകം രംഗത്ത് എത്തിയപ്പോൾ ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ല എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല സംബന്ധിച്ച് ഒയാസിസ് കമ്പനി വാട്ടർ അതോറിറ്റിയെയും കബളിപ്പിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജലം നൽകാമെന്ന് മദ്യ കമ്പനിക്ക് വാട്ടർ അതോറിറ്റി ഉറപ്പു നൽകിയിട്ടില്ല. ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്കെന്ന പേരിലാണ് ഒയാസിസ് അനുമതി തേടിയതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EN സുരേന്ദ്രൻ. നമ്മളത് അവർക്ക് കൊടുക്കാമെന്നൊരു ഉറപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. മദ്യനിർമ്മാണശാല പദ്ധതിയുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കാനെത്തിയ BJP നേതാക്കളും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. പദ്ധതിക്കെതിരെന്ന് നിലപാട് വ്യക്തമാക്കുകയാണ് CPI പ്രാദേശിക നേതൃത്വം. പദ്ധതിക്കായി ഭൂഗർഭജലം ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന നേതൃത്വത്തിന് CPI പ്രാദേശിക ഘടകം കത്തു നൽകി. എന്നാൽ ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആരും എതിർക്കുന്നുള്ളതല്ല. ഗവൺമെൻറ് നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ് സമീപനം ഗവൺമെൻറ് പറയും. ആ ഗവൺമെൻറ് സമീപനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടി കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ആക്ഷേപമുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നായിരുന്നു വിവാദത്തിൽ മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ മറുപടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനം സുതാര്യത മാത്രം സ്വീകരിക്കുന്ന പ്രസ്ഥാനം. അതിന് വ്യതിചലിക്കുന്നുണ്ടോ നമ്മളപ്പോൾ പരിശോധിക്കും. പദ്ധതിയിൽ മുന്നോട്ടു പോകുമെന്ന് സർക്കാർ നിലപാട് വ്യക്തമാക്കുമ്പോഴും ആശങ്കകൾ പരിഹരിക്കണമെന്ന അഭിപ്രായം LDF ഘടകകക്ഷികൾക്കുണ്ടെന്നാണ് വിവരം. 24 പാലക്കാട്. പാലക്കാട് തൃത്താല കക്കാട്ടിരിയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി. ഇന്ന് വൈകിട്ട് 8 മണിയോടെയായിരുന്നു സംഭവം. തീ പടരുന്നത് കണ്ട് കുട്ടികളടങ്ങുന്ന കുടുംബം വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. കാറിന്റെ ടയറിൽ ഭാഗത്തു നിന്നാണ് തീ പടർന്നത്. തീ പടരാനുണ്ടായ സാഹചര്യം വ്യക്തമായിട്ടില്ല. ആർക്കും പരിക്കുകളില്ല. നാളെ കക്കാട്ടിരി ദേശോത്സവം നടക്കുന്നതിനാൽ ധാരാളം ആളുകൾ പരിസരത്തുണ്ടായിരുന്നു. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട് സഹായമൊരുക്കിയ 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മധ്യമേഖല ജയിൽ DIG അജയകുമാർ, കാക്കനാട് ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവർക്കെതിരെയാണ് നടപടി. നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകളും ചുമത്തി. ജയിൽ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചതായി കണ്ടെത്തിയത്. ബോബി ചെമ്മണ്ണൂർ ജയിലിലായിരിക്കുന്ന സമയത്ത് മധ്യമേഖല DIG അജയകുമാർ ബോബി ചെമ്മണ്ണൂരിന്റെ കാറിലെത്തി. സന്ദർശക ലിസ്റ്റിൽ പേര് ചേർക്കാതെ ബോബി ചെമ്മണ്ണൂരിന് പരിചയക്കാരുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരമൊരുക്കി. ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം അദ്ദേഹത്തിന്റെ ടോയ്ലറ്റ് ഉൾപ്പെടെ ഉപയോഗിക്കാനായി ബോബി ചെമ്മണ്ണൂരിന് നൽകിയെന്നും കണ്ടെത്തി. അന്വേഷണ റിപ്പോർട്ട് ജയിൽ മേധാവി ആഭ്യന്തര വകുപ്പിന് കൈമാറി. ഇതിന് പിന്നാലെയാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത്. നടി ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകളും ചുമത്തി. BNS 78 പുതുതായി ചുമത്തിയത്. പിന്തുടർന്ന് ശല്യം ചെയ്തതിനാണ് ഈ വകുപ്പ് ചുമത്തിയത്.
സെൻട്രൽ പോലീസ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.